മുബഷീർ ഇപ്പോൾ ഈ കുരിയാട് ദേശീയപാതയിലെ വിള്ളലിന് പിന്നിലെ സമീപ പ്രദേശങ്ങളിലെ വീടുകളുടെ സമീപത്താണുള്ളത്. അവിടെ ഇപ്പോൾ സുരക്ഷാ ഭീഷണിയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കുരിയാട് സ്വദേശിനി ഷെരീഫയുടെ വീട് വല്ലാത്ത അപകട ഭീഷണിയിലാണെന്ന് തോന്നുന്നു. മുബഷീർ പി അക്ബറുണ്ട്. മുബഷീർ പി അക്ബർ, ദേശീയപാത അതോറിറ്റി പറയുന്നത് ഈ കരാറുകാരുടെ ചെലവിൽ അടിമണ്ണ് ബലപ്പെടുത്തി തന്നെ അവിടെ ഈ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ്. പക്ഷേ പ്രദേശവാസികൾക്ക് ഭീതി ഒഴിയുന്നില്ലല്ലേ? എന്താണ് ഈ ഷെരീഫയുടെ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത്? തീർച്ചയായും അരുൺകുമാർ, കുരിയാട് അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ തൊട്ടടുത്ത തലപ്പാറും അമ്മാലിപ്പുഴയിലൊക്കെ തന്നെ റോഡിൽ വലിയ വിള്ളലുകൾ നമ്മൾ കാണപ്പെട്ടതാണ്. വലിയ അപകട ഭീഷണി ആ ഒരു മേഖലയിലൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. സമാനമായിട്ടുള്ള സാഹചര്യം തൊട്ടടുത്ത വീടുകളിലും ഉണ്ടെന്നുള്ളതാണ് ഈ മേഖലയിൽ എത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുരിയാട് അപകടം സംഭവിച്ച മേഖലയിൽ നിന്നും ഏകദേശം 200 മീറ്റർ തൊട്ടിപ്പുറത്തുള്ള ഒരു വീട്ടിലാണ്. ഈ പ്രദേശവാസിയായിട്ടുള്ള ഷെരീഫ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടാണിത്. ഈ മേഖലയിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഇവർ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു ഓവുചാലാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആ ഓവുചാൽ മറുവശത്തേക്ക് കണക്ട് ചെയ്തിട്ടില്ല. ഈ ഓവുചാൽ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിലൂടെ ഒഴുകി വരുന്ന വെള്ളം പൂർണ്ണമായിട്ടും ഇവരുടെ വീടിൻ്റെ മുൻവശത്തേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. ശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ വെള്ളം ഇങ്ങോട്ടേക്ക് കുത്തിയൊലിച്ചു വന്ന് മണ്ണും ചെളിയും അടിഞ്ഞുകൂടി വീടിൻ്റെ ചുറ്റുമതിൽ ഉൾപ്പെടെ തകരുന്നൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഇവിടെ എത്തിയ സമയത്ത് കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്ന മതിൽ, ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും, ഈ കാണുന്ന മതിൽ ഈ ദേശീയപാതയുടെ അശാസ്ത്രീയ ഓവുചാൽ നിർമ്മാണം കൊണ്ട് ഈ ഒരു വീട്ടുകാർ നിർമ്മിക്കേണ്ടി വന്നതാണ്. ഈ ഒരു മതിൽ നിർമ്മിച്ചിട്ടും ഈ മേഖലയിലൂടെ ഈ വിധത്തിൽ വെള്ളം കുത്തിയൊലിച്ചിറങ്ങി വരുമ്പോൾ മതിലും തകർന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ് ഷെരീഫ നമ്മളോട് വ്യക്തമാക്കുന്നത്. അതായത് ദേശീയപാത നിർമ്മാണം തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ നിങ്ങൾ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട്? പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അന്ന് മുതൽ തന്നെ നമ്മൾ ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. നമ്മൾ പറയാതെ അവരോട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം. നിങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിലാണ് ആക്കുന്നത്, നിങ്ങൾ നമ്മളെ പ്രൈവറ്റ് സ്ഥലത്തേക്ക് ഇത് വിടാൻ പാടില്ലല്ലോ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ഇതുള്ളൂ, അവിടെ തന്നെ ഞങ്ങൾ വിടും, ബാക്കി നിങ്ങൾ പഞ്ചായത്തിനോട് പറയാമെന്ന്. അരുൺകുമാർ, ഈ ഭൂമി എന്ന് പറയുന്നത് ഈ ഷെരീഫയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ്, ദേശീയപാത ഏറ്റെടുത്ത ഭൂമിയല്ല. ഈ ഭൂമിയിലോട്ടാണ് ഒരു തരത്തിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ദേശീയപാത അശാസ്ത്രീയമായി നിർമ്മിച്ചെടുത്ത ഓവുചാലിലൂടെ ഒഴുകി വരുന്ന വെള്ളം ഒഴുക്കി വിടുന്നത്. അതുമൂലമാണ് ഈ ഒരു വീടിന് ഭീഷണിയുള്ളത്. വിശേഷം തൊട്ടപ്പുറത്ത് 200 മീറ്റർ അകലെ തലനാരിഴക്കെ വഴിമാറിയ വലിയൊരു അപകടം സംഭവിച്ചൊരു പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഈ ഒരു വീട്ടിലുണ്ടാകുന്നു എന്നുള്ളതാണ്. ചുറ്റുമതിലിന് വിള്ളലുണ്ട്, വീടിൻ്റെ ഒരു ഭാഗത്തൊക്കെ തന്നെ വിള്ളലുണ്ട്, ചുറ്റും വിള്ളലുണ്ട്. ഈ മതിൽ നോക്കി, മതിലിൻ്റെ അടിയിൽ കൂടെ അവിടെ വരുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സിൻ്റെ ദമ്മ് കൊണ്ടാണ് അത് അടിയിൽ കൂടെ വെള്ളം തെറിച്ചാണ് വരുന്നത്. നമുക്കറിയാം ഈ വീട്ടിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത്. വളരെ നമുക്കെല്ലാവർക്കും നോക്കിയാൽ തന്നെ കാണാം, ഇതിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വരുന്ന ചെറിയ മഴ പോലും വരികയാണെങ്കിൽ തന്നെ ഇവർ സ്വന്തമായിട്ട് കൊടുത്ത് കെട്ടിയ മതിലാണിത്. ഇതിൻ്റെ മേൽക്കൂടെയാണ് വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത്. ഓവുചാൽ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അധികൃതർ പറഞ്ഞു? അവർ പറയുന്നത് ഇതിൻ്റെ മുന്നായിട്ട് ചെറിയൊരു ഓവുചാൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് എന്ന് പറഞ്ഞാൽ ഇതിന് ഡ്രെയിനേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഈ ഓവുചാലിലൂടെ ഒഴുകുന്ന വെള്ളം ഇതിലൂടെ പോയിരുന്നു, അത് ഈ ഭാഗത്തേക്ക് വരില്ലായിരുന്നു. ഈ ഭാഗത്ത് ഡ്രെയിനേജ് ഇവിടെ ഉണ്ടെങ്കിലും ഈ ഭാഗത്തേക്ക് വെള്ളം വരില്ല. ഇപ്പോൾ ഈ കുരിയാട് ദേശീയപാതയിലെ വിള്ളലും മണ്ണിടിച്ചിലും ഉണ്ടായതിന്റെ ആദ്യ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ കുരിയാട് അപകടം നടക്കുന്നതിന്റെ തത്സമയ ദൃശ്യം, ആ സമയത്തുണ്ടായിരുന്ന ദൃശ്യം. ഇതാണ് ആ ദൃശ്യങ്ങൾ. കൂരിയാട് അപകടം നടക്കുന്ന സ്ഥലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അവിടേക്ക് കാർ വന്ന് കാറിൻ്റെ പുറത്തേക്കാണ് പിന്നീട് ഇടിഞ്ഞു വീഴുന്ന കാര്യങ്ങളെല്ലാം വന്ന് വീഴുന്നത്. അത്ഭുതകരമായിട്ടാണ്. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഈ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ചത് മുബഷീർ. ഇടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. മുകൾ ഭാഗത്ത് നിന്ന് ഇടിഞ്ഞു വീഴുന്നു, പിന്നീട് താഴത്തെ ഭാഗത്ത് സർവീസ് റോഡിന് വിള്ളലുണ്ടാവുന്നു. അതിൻ്റെ ഒരു മൊബൈൽ ഫോണിലെടുത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. മുബഷീർ, അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക മാറുന്നില്ല. ദേശീയപാത അതോറിറ്റി ഉറപ്പ് നൽകുമ്പോഴും ഇനി അവർ എന്താണ് ആവശ്യപ്പെടുന്നത്? ഇനി എൻബാങ്ക്മെന്റ് മാറ്റി വയാഡാക്ട് ഒന്നും കൊണ്ടുവരാൻ പോകുന്നില്ല. അവർ ഈ അടിമണ്ണ് ബലപ്പെടുത്തി പണി പൂർത്തിയാക്കുക എന്നതായിരിക്കും ദേശീയപാത അതോറിറ്റിക്ക് മുന്നിലുള്ള ഏക സാധ്യത.
തീർച്ചയായും നിർമ്മാണം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ പ്രദേശവാസികൾ പറയുന്നത് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ്. ഈ മേഖലയിലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങളൊന്നും തന്നെ പരിഗണിക്കാതെയുള്ള നിർമ്മാണമാണ്. ഒരു ഫ്ലൈ ഓവർ നിർമ്മിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയൊരു അപകടം ഈ ഒരു മേഖലയിൽ ഉണ്ടാകുമായിരുന്നില്ല. ഫ്ലൈ ഓവർ വേണമെന്നൊരു ആവശ്യം ആദ്യഘട്ടം മുതൽ തന്നെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അവർ ആ ഒരു ആവശ്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. പാലം മാത്രമാണ് പരിഹാരം എന്നുള്ളത് തന്നെയാണ്. അതല്ലാതെ വേറെ ഒരു മാർഗങ്ങളില്ല. നമ്മൾ ഈ പ്രദേശത്ത് നമ്മൾക്കറിയാം, രണ്ട് വിഭാഗമാക്കി തിരിച്ചിരിക്കണം, വേങ്ങര പഞ്ചായത്തിനെയും യാർനഗർ പഞ്ചായത്തിനെയും. ഈ പ്രദേശത്തു നിന്ന് എത്രയോ വിദ്യാർത്ഥികളൊക്കെ ഇവിടെ യാർനഗർ പഞ്ചായത്തിനെയും വേങ്ങര പഞ്ചായത്തിനെയും ആശ്രയിക്കുന്ന ഏക ഹൈസ്കൂളാണിത്. ഈ ഹൈസ്കൂളിലേക്ക് വരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ട് കടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിലോമീറ്ററുകളോളം കറങ്ങി പോകേണ്ട ഒരു അവസ്ഥയാണ്. അതുമാത്രമല്ല, സംസ്ഥാന പാതയ്ക്ക് നേരെ ഒരു ഫ്ലൈ ഓവർ നിർബന്ധമാണ്. കാരണം അത് നിലവിൽ നിന്ന ഭാഗമാണ്. കാരണം പരപ്പനങ്ങാടി അരീക്കോട് സംസ്ഥാന പാതയാണ്. ഇത്രയധികം മണ്ണിട്ടൊക്കെ ഉയർത്തിയെടുത്തൊരു പാത അതിന് പൂർണ്ണമായും പൊളിച്ചു മാറ്റി ഒരു പാലം അവിടെ നിർമ്മിക്കുന്നത് പ്രായോഗികമാണോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ ഇത് പരിഗണിക്കാത്തത് കൊണ്ട് തന്നെ. പരിഗണിക്കാത്തതും പ്രായോഗികം എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ വേറെ മാർഗങ്ങളില്ല. അതും കൂടി നമ്മൾ പരിശോധിക്കേണ്ടത്. തീർച്ചയായും അരുൺകുമാർ, അവർ ആ ഒരു ആവശ്യം തന്നെയാണ് പറയുന്നത്. കാരണം കാലങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അപകട ഭീഷണി എത്രത്തോളം ഉണ്ടെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ആദ്യഘട്ടം മുതൽ പാലം വേണമെന്നൊരു ആവശ്യത്തിൽ അവർ ഉറച്ചു നിന്നത്. അശാസ്ത്രീയമായ നിർമ്മാണം എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ അത് അടിവരയിടുന്നുണ്ട്. ഏത് രീതിയിലാണ് അശാസ്ത്രീയ നിർമ്മാണം ഇവിടെ ഈ കരാർ കമ്പനി നടത്തിവെച്ചിരിക്കുന്നതെന്ന് ഇങ്ങോട്ടേക്ക് ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ ഈ ഓബിശാലിലൂടെ ശക്തമായി ഒഴുകി വരുന്ന വെള്ളം തൊട്ടപ്പുറത്ത് ഒരു കുഴി പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ വെള്ളം അങ്ങോട്ടേക്ക് ഒലിച്ചിറങ്ങിയ ഒരു കുഴി പോലെ ആ ഒരു മേഖലയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഈ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. റിപ്പോർട്ടറിലൂടെ ആദ്യ ദൃശ്യങ്ങൾ ഈ കുരിയാട് ദേശീയപാത ഇടിഞ്ഞു വീഴുന്നതിൻ്റെ ആദ്യഘട്ടത്തിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. അപ്പോൾ പ്രിയ മുബഷീർ, അവിടെ നിന്നും പ്രതികരണങ്ങളൊക്കെ എടുത്തോളുക.